നമുക്കിന്ന് നെടുമങ്ങാടുകാരുടെ ഒരു ചെറിയൊരു ഓണത്തിൻ്റെ ഭാഗമായാലോ. ഞാനിന്ന് ഓഫീസ് കഴിഞ്ഞ് നെടുമങ്ങാട് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഉമ്മായും ഐഷുവും കൂടി പിള്ളേരെയൊക്കെ കൊണ്ട് വന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം എന്ന് പറഞ്ഞു. പെറ്റ് ഷോ ഒക്കെ ഉണ്ട്, അപ്പോൾ അവിടെ കാണാൻ പോവാമെന്ന് പറഞ്ഞു. കയറി പോകുന്ന ഭാഗത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ 30 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. ഈ തറയിൽ കിടക്കുന്ന ആ ഒരു ഗ്രീൻ കളർ സാധനം കണ്ട, അത് നല്ല സ്ലിപ്പാവുന്ന സാധനമാണ്. സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. കയറി പോകുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ടിക്കറ്റും എടുത്ത്, കുട്ടികൾക്ക് ടിക്കറ്റൊന്നും എടുക്കണ്ട, 5 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. പോകുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഹൈസ് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണേ. ഹൈസ് ഇവിടെ എനിക്ക് ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു അങ്കലാപ്പാണ് ഹൈസാക്ക്. ചെന്ന് കയറുന്ന സ്ഥലത്ത് തന്നെ മറ്റേ ലൈറ്റുകളുടെയൊക്കെ ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ്, തോർത്ത്, മുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതും ഉണ്ട്. ഇങ്ങനെ അതുവഴി പോയപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ആ ചേട്ടൻ ഇങ്ങനെ അകത്തോട്ട് വാ, ബെഡ്ഷീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നൊസ്റ്റാൾജിയുള്ള ഐറ്റമാണിത് അല്ലേ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ പുളിമുട്ടായിയൊക്കെ. പക്ഷേ ഞാൻ അതൊന്നും വാങ്ങിയില്ല, കാരണം എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു ഫുഡ് ഇൻഫെക്ഷൻ വന്നത് കാരണം എനിക്കിതൊക്കെ കഴിക്കാൻ ചെറിയൊരു പേടിയുണ്ട്. മിച്ചുവിന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം എനിക്ക് പേടിയാണ് ഇവന് ഇടയ്ക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ചെരുപ്പിൻ്റെ സ്റ്റാളാണ് വന്നത്. ഈ ചെരുപ്പും ബാഗും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ടൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ ഇടുന്ന സ്ലിപ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് കൊള്ളാം. എന്നാലും ഞാൻ ആ ഭാഗത്തോട്ടൊന്നും നോക്കിയതേ ഇല്ല. നോക്കി എന്നല്ലാതെ അതിനകത്തോട്ട് കയറിയ ചിലപ്പോൾ വാങ്ങും. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച്. പിന്നെ ഇഷ്ടം പോലെ കമ്മലുകളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വെറൈറ്റി കമ്മലുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനത്തെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കാത് പഴുത്തിട്ട് ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല. അതും കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് അടുത്തത് മിച്ചുവാണ് കണ്ടുപിടിച്ചത്. മിച്ചുവിന് വാച്ച് വേണം എന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. വാച്ച് വാങ്ങിക്കണം. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വാച്ച് വാങ്ങിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചത്. ഈ വാച്ച് നമ്മളെടുത്ത് ബാക്കി എല്ലാ വാച്ചും നോക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അവ എന്തായാലും നശിപ്പിക്കും. അതിനേക്കാൾ ഇതാകുമ്പോൾ 150 രൂപയുള്ളൂ. അങ്ങ് കുറച്ച് ദിവസത്തേക്ക് കളിക്കാനെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഹൈസാക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളം. പിന്നെ ഹൈസാക്ക് വാങ്ങിച്ചില്ല, ഹൈസ നശിപ്പിക്കും. അപ്പം അതുകൊണ്ടിട്ട് ഇവന് മാത്രം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വേറെ കുറേ വെറൈറ്റി പലഹാരങ്ങളും ഹലുവയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ചെടികളുടേതാണ്. അതിപ്പം നമ്മൾ ഏതൊരു മേളയ്ക്കും ചെടികളാണ് ഉണ്ടാവുമല്ലോ. ചെടികൾ അല്ല, വിത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ പയറ് വിത്തും ചീര വിത്തും എടുത്ത്, പിന്നെ അതിൽ വേറെ കുറേ വെറൈറ്റി. ഈ ഒരു സാധനം ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങളിൽ നല്ല കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്, നല്ല കുഞ്ഞു പാത്രം. പക്ഷേ എനിക്ക് കുഞ്ഞു പാത്രത്തിൽ പാചകം ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇതൊക്കെ വെറും 200 രൂപയേ ഉള്ളൂ. പക്ഷേ നല്ല കട്ടിയുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല കുഞ്ഞാണ്. നമുക്ക് മറ്റേ മിനിയേച്ചറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എടുക്കാൻ പറ്റുന്ന. കളിക്കാനാ? അയ്യോ, മിച്ചു ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായ? ഒരു കുഞ്ഞു സാധനം വേണം എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിനിയേച്ചർ വീഡിയോയിലൊക്കെ ഉള്ളത് പോലത്തെ പാത്രമാണെന്ന്. അത്രയും ചെറുതല്ല, എന്നാലും ചെറുതാണ്. അപ്പം എനിക്ക് ആ പാത്രം വേണമെന്ന് പറഞ്ഞാണ് ബഹളം. എനിക്ക് അങ്ങനത്തത് ഞാൻ TV യിൽ കണ്ടിട്ടുണ്ട്, എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ അടുത്ത സ്റ്റാളിൽ ഇങ്ങനെ ഒരു എണ്ണ, അതായത് മറ്റേ ഈ ആദിവാസികളുടെ എണ്ണയാണെന്നാണ് പറയണത്. ഇത്രയും മുടി വളരുമെന്നൊക്കെയാണ് പറയണത്. പക്ഷേ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. കാരണം എന്തോ അറിഞ്ഞൂടെ, അതൊക്കെ അവരുടെ കാര്യമില്ല, നമുക്കതിനെ പറ്റിയൊന്നും ഇനി സംസാരിക്കണ്ട. അത് കഴിഞ്ഞ് വീണ്ടും അത്തറുകൾ കണ്ടു. പിന്നെ മറ്റേ കുടുംബശ്രീ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ, എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അതിൻ്റെ അച്ചാറും പിന്നെ കൂണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് പിന്നെ മിച്ചുവിൻ്റെ ലോകമാണല്ലോ ഇതൊക്കെ. പിന്നെ ഈ കുറച്ച് വണ്ടികളൊക്കെ വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. ഞാൻ അതൊന്നും വാങ്ങിയില്ല, കാരണം ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് കുറേ വണ്ടികൾ വാങ്ങിക്കൊടുത്തതേ ഉള്ളൂ, കാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഞാനൊരു ഒരു ബബിള് വരുന്ന ഒരു തോക്ക് വാങ്ങിച്ചു കൊടുത്ത്, ഹൈസാക്ക് ഒരു പാവക്കുട്ടിയും വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും ആണ് സ്റ്റാളുകളുടെ ഒരു ഇത് കഴിയുമ്പോഴത്തേനും സ്റ്റാൾ കഴിയും. പിന്നെ അടുത്ത് നമ്മൾ പെറ്റ് ഷോയിലോട്ടാണ് എൻട്രി ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു
മുതല പോലത്തെ ഒരു സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ല. മുതലാണോ മീനാണോ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ കണ്ടിട്ട് മുതല പോലെയൊക്കെ തോന്നണ്. അങ്ങനത്തെ ഒരു സാധനം. മിച്ചുവിനെ അതിനെ പിടിക്കണമെന്ന് പറഞ്ഞ് ബഹളം വരുന്നു. ഹൈസാക്കും അങ്ങനെ തന്നെ, ഹൈസാക്കും പിടിക്കണമെന്ന് പറഞ്ഞ് ബഹളം വരുന്നു. കഴിഞ്ഞ് അടുത്തതിൽ ഒരു ഒഴിഞ്ഞ ഇതായിരുന്നു, വേറെ ഒരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിലെന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് സൂം ചെയ്തതാണ്, പക്ഷെ ഒന്നുമില്ലായിരുന്നു. പിന്നെ അതാ കുറേ മീനുകൾ, അതിൽ 1-2 മീനുകളൊക്കെ ചത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കഴിഞ്ഞിട്ട് വീണ്ടും കുറേ മീനുകൾ. ഇത് നല്ല രസമുണ്ടായിരുന്നു, നല്ല മീനായിരുന്നു, എനിക്ക് ഭയങ്കര. പിന്നെ അതാ അടുത്ത് ഇതിലും നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 3-4 മീൻ. പിന്നെ അതാ ഒരു വേറെ എന്തോ ഒരു സാധനം, അത് മിച്ചു ക്രാബ് എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കണുണ്ടായിരുന്നു. അത് ക്രാബാണെന്ന് പറഞ്ഞിട്ട് എന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതാ ഈ ബ്ലാക്ക് ഒരു മീനുണ്ടായിരുന്നു. പിന്നെ അതാ ഇത് നല്ല രസമുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു കളറ് ആയിട്ട് തോന്നി. പിന്നെ അതാ ഈ യെല്ലോ, ഈ ഒരു പിങ്ക് കളറൊക്കെ വരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, തോനെ മീനുകളുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഇതിനെ കാണാൻ. പിന്നെ അങ്ങനെ പറയത്തക്കതായിട്ടുള്ള വെറൈറ്റി മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ മീനുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നല്ല മീനായിരുന്നു കേട്ടോ, നല്ല ഫ്രഷായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ആ ബ്ലൂ കളറൊക്കെ. പിന്നെ ഇതൊക്കെ ഗോൾഡ് ഫിഷ്, അതും ഈ കണ്ടിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെ. പിന്നെ സ്റ്റാളുകളും അങ്ങനെയൊക്കെ കാണാൻ കയറുന്നവർക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ കയറുന്നവർക്കും ഒക്കെ നല്ലതാണ്. വേറെ വെറൈറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതില്ല. ഇതൊക്കെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ, അതുപോലും ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത്തിരിയെങ്കിലും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫിഷാണ്. ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു ഫിഷ്. അതായത് 1-2 ഉണ്ടായിരുന്നു, കാണാൻ കൊള്ളായിരുന്നു. അപ്പോൾ ഫിഷിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കിളികളുടെ സെക്ഷനാണ്. അതിൽ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കണ്ട, അവർ കപ്പിളായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതാ വേറെ എന്തൊക്കെയോ കുറേ ഈ ലവ് ബേർഡ്സൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ. പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രാവ് കണ്ടായിരുന്നു ഞാൻ, അത് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതാ ഗ്രീൻ ചെക്ഡോ അങ്ങനെ എന്തോ പേരുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളതാ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇതും കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും അത് കൂട്ടിൽ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തത്ത ഉണ്ടായിരുന്നു, തത്ത എന്ന് തന്നെയാണ് അത് പേര്, എനിക്കറിഞ്ഞൂടാ. ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി, ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചിറവൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. ഒന്ന് തൊടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റൂലല്ലോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കണ കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് റാറ്റ്, എനിക്ക് അത് ഭയങ്കര മുയലിനെയൊക്കെ പോലെ തോന്നി, നല്ല ഭംഗിയുണ്ടായിരുന്നു, വെളുവിളാന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതെന്തോ കഴിക്കുന്നു, ഒരു കുഞ്ഞു സാധനം ഇങ്ങനെ വായിക്കാത്തെടുത്ത് വെച്ച് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സംഭവമുണ്ട്. ഈ തത്ത കണ്ടില്ലേ, വെളിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊന്നുമല്ല വെറൈറ്റി, ഇതാണ് വെറൈറ്റി. ആ ചെറിയ മോനുണ്ടല്ലോ, എടുത്ത് കഴുത്തിലൊക്കെ ഇട്ടിട്ട് 50 രൂപ എന്തോ ആണ് അതിന് കഴുത്തിലിടാൻ വേണ്ടിയിട്ട്. കഴുത്തിട്ടിട്ട് ഇങ്ങനെ ഒരു പേടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കത് കണ്ടപ്പോഴേ ഭയങ്കര എന്തോ, നമുക്കിങ്ങനെ എന്തോ പോലെ തോന്നില്ലേ. അത് കടിക്കൂല ശരിയാണ്, എന്നാലും ഇങ്ങനെ ഒരു ഇത് തോന്നൂലേ. അത് കണ്ടപ്പോൾ മിച്ചുവിന് ആഗ്രഹം, അതെടുത്ത് കഴുത്തിയിടണം, എനിക്ക് പാമ്പിനെ എടുത്ത് കഴുത്തിയിടണമെന്ന് പറഞ്ഞ് മിച്ചു ബഹളം. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും, എനിക്കാണെങ്കിൽ പിറന്നെ പെരുക്കണുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും റൈഡിൽ കയറാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് കൊണ്ടുവന്നിടുന്നത് ആ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കണം. എനിക്ക് പെറുത്തിങ്ങനെ, അപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ നമ്മുടെ പെറുത്തൂടെ ഇങ്ങനെ അത് ഇങ്ങനെ ഊരണ പോലെ തോന്നും. പക്ഷെ അവനും ഒരു പേടിയുണ്ടായിരുന്നില്ല കേട്ടോ, അവൻ നല്ല ഹാപ്പി ആയിട്ട് നല്ല ചിരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തത്തയൊക്കെ ആൾക്കാർ പിടിച്ചൊക്കെ നോക്കണുണ്ടായിരുന്നു. ഞാൻ പിടിച്ചൊന്നും നോക്കിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് 50 രൂപ എന്തോ ആണ് അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അങ്ങനെ ആൾക്കാർ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ കുറേ കോഴികൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആട് എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം കുറേ ഡോഗ് ഉണ്ടായിരുന്നു, കുറേ ഇങ്ങനെ വെറൈറ്റി ഡോഗുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെല്ലാം കൂട്ടിലിട്ടേക്കാണ്, ആൾക്കാരെ കടിച്ചാലോ, അതുകൊണ്ട് അതിനെല്ലാം കൂട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടൈപ്പ് ഡോഗുകളുണ്ടായിരുന്നു. പിന്നെ ഫിഷൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടായിരുന്നു, ഒട്ടകപ്പക്ഷി. ഏറ്റവും ലാസ്റ്റാണ് ഒട്ടകപ്പക്ഷി. ഈ ഫിഷൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡോഗ്, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഈ ഡോഗ്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു റൈഡിൽ മാത്രമേ മിച്ചുവിനെ കയറ്റിയുള്ളൂ. മിച്ചുവിനെ ഈ ഒരു റൈഡിൽ കയറ്റിച്ച്
അവിടെ വെച്ച് മിച്ചുവിൻ്റെ ടീച്ചറിനെയും മോനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. മിച്ചു ഭയങ്കര ഹാപ്പിയായി. മിച്ചുവിന് ഇതാ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിലും മുന്നേ മിച്ചു കയറിയിട്ടുണ്ട്, എന്നാലും ഇതിൽ കയറാൻ ഭയങ്കര ഇഷ്ടം. ഇത് കണ്ട ഒരാൾ പൈസയും കൊടുത്ത് ഇതിനകത്ത് കയറിയിട്ട് അകത്തോട്ട് ഇറങ്ങാൻ പേടിച്ചിട്ട് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ പിള്ളേർ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മിച്ചുവിൻ്റെ ടീച്ചറിൻ്റെ മോനാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പേടിച്ചിട്ട് പോണില്ല. പിന്നെ നമ്മൾ മറ്റേ കോളിഫ്ലവർ പൊരിച്ചതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള എടുത്ത് പോയാൽ കഴിക്കണമല്ലോ, അങ്ങനെ കോളിഫ്ലവർ പൊരിച്ചത് കഴിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ പോയി മിച്ചുവിനൊരു പൈനാപ്പിൾ ജ്യൂസ്. മിച്ചു ആദ്യമായിട്ടാണ് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത്. ജ്യൂസ് ഒന്നും മിച്ചു കുടിക്കില്ല, ആകെ ഫ്രൂട്ടി മാത്രമേ കുടിക്കുള്ളൂ. ഞാൻ ഇന്ന് ഫ്രൂട്ടി കുടിക്കണ്ട, പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ പൈനാപ്പിൾ ജ്യൂസും ഞാനും ഐഷും ഗ്രേപ്പും പിന്നെ ഉമ്മ ചായയും കുടിച്ച് നമ്മളിതാ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു.